എൻ്റെ പേര് സിനി. ഞാൻ എടത്വായിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൻ മാൾട്ടയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. 2024 അവൻ അവിടെ പോയതാണ്. 2025 നാട്ടിൽ ലീവിന് വന്നേച്ച് തിരിച്ചു ചെന്നപ്പോൾ അവർ ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ മോനോട് പറഞ്ഞില്ല. മോനെക്കൊണ്ട് വീണ്ടും 1 മാസം കൂടെ ജോലി ചെയ്യിച്ചവരെ. അത് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ വിസ 3 ദിവസം കൂടെ ഉള്ളൂ ബാക്കി വിസ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ നാട്ടിൽ തിരിച്ചു പോരണം. അപ്പോൾ ഇവൻ മാൾട്ട ഐഡൻറ്റിറ്റി മാൾട്ടയിൽ കേസ് കൊടുത്തു ഇവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇവൻ എന്നോട് പറഞ്ഞു മമ്മി എനിക്ക് തിരിച്ച് നാട്ടിൽ പോരാം, ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ സാൽമ ചേച്ചിയെ വിളിച്ചു. സാൽമ ചേച്ചി എന്നോട് പറഞ്ഞു സിനി രക്തക്കണ്ണീർ ജപമാല ചൊല്ലിക്കോ, മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ചൊല്ലി. ബുധനാഴ്ച എന്നോട് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രിയിൽ എൻ്റെ മോനൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്കിൽ ടെസ്റ്റ് പാസ്സാകാതെ ജോലി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ പഠിത്തത്തിന് പുറകോട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി ഓരോരുത്തർ എഴുതിയിട്ട് 2-3 പ്രാവശ്യമായിട്ടാണ് ജയിക്കുന്നത്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ പരീക്ഷ എഴുതാൻ. അവൻ ആ സ്കിൽ ടെസ്റ്റ് അന്നത്തെ ദിവസം തന്നെ പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അതും അന്ന് തന്നെ അവൻ പാസ്സായി. ഞാൻ മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവൻ എക്സാമിന് പോയപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇവൻ വിസയ്ക്ക് വെച്ചു. സാധാരണ നോർമൽ ആൾക്കാർക്ക് വർക്കിംഗ് വിസ വരുന്നത് 2-3 മാസം ആകുമ്പോഴാണ് വരുന്നത്. ഇവൻ കേസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് 7-8 മാസം പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷേ ജൂൺ 30 അവൻ കൊണ്ട് കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് 2 തീയതി ആനന്ദത്തിന് വരുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വർക്കിംഗ് വിസ അതിൻ്റെ പേപ്പർ വന്നു വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ കമ്പനിയിലുള്ളവരോട് ചോദിച്ചു ഇതെന്ത് അത്ഭുതമാണ് നടന്നത്, അങ്ങനെ ഒരു അത്ഭുതം നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് അവൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞ് എൻ്റെ മദർ ഒരു മെഡിസിൻ കഴിച്ച് അതിൻ്റെ റിയാക്ഷനിൽ 1 മാസത്തോളം തളർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ ആഹാരമൊന്നും കഴിക്കത്തില്ലായിരുന്നു. പിന്നെ മൂക്കിനകത്ത് ട്യൂബിട്ട് ഫുഡ് അതിനകത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ പോയാൽ വലിയ താമസമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് വീട്ടിൽ വന്നും രക്തക്കണ്ണീർ ജപമാല ചൊല്ലി മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ മമ്മി എഴുന്നേറ്റ് തന്നെത്താനെ ബാത്റൂമിലും ഒക്കെ പോവും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പപ്പ ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു വലിയ മെഷീനൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് ഓക്സിജന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ICUവിലായിരുന്നു. എന്നോട് പറഞ്ഞു എല്ലാവരെയും അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വാസം കൈവിടുന്നില്ല. ഞാൻ മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി. ഇപ്പോൾ എൻ്റെ പപ്പ നോർമലായിട്ട് ഇരിക്കുന്നു. പിന്നെ എൻ്റെ സാക്ഷിയാണ്, എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചില്ല, എനിക്ക് സ്റ്റിച്ചിൽ കൂടി പഴുപ്പ് വരുന്നു. ഞാൻ ഡോക്ടറോടൊക്കെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു വീണ്ടും ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി. എനിക്ക് പിന്നെ പഴുപ്പും വന്നില്ല, എൻ്റെ സ്റ്റിച്ച് മുറിവ് കൂടി. തമ്പുരാൻ കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾ, എന്തോ ഒരു അനുഗ്രഹങ്ങൾ ഈശോ കൊടുത്തത്. ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങടിച്ചേ. പോരാ, ശക്തിയോടെ നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളാണ് ഈ കുടുംബത്തിൽ വർഷിച്ചത്. നന്ദി പറഞ്ഞേ. നന്ദി. പ്രൈസ് ദി ലോർഡ്.